അപ്പോൾ നമ്മുടെ പ്രിപ്പറേറ്ററി ഫേസ് നമ്മൾ കഴിഞ്ഞു. നമുക്കിനി ഉള്ളത് പേ ഓഫ് ഫേസ് ആണ്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ഇപ്പോൾ? നമ്മുടെ കയ്യിലിപ്പോൾ 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഉണ്ട്. 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്താക്കി മാറ്റും? 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റും. എന്താക്കി മാറ്റും? 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ്. ഗ്ലിസറേറ്റ് മീൻസ് ഗ്ലിസറിക് ആസിഡ് അല്ലേ? അപ്പോൾ എന്താണ് ഗ്ലിസറേറ്റ്? ആലോചിക്കുക, ഗ്ലിസറിക് ആസിഡ്. അതിൻ്റെ പ്രത്യേകം എന്താണ്? ഇപ്പോൾ 2 ഫോസ്ഫേറ്റ് ഉണ്ട്, അതാണ് ബിസ് ഫോസ്ഫോ. എവിടേക്കുള്ളത്? ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ഫോസ്ഫേറ്റ് ഉള്ള ഒരു ഗ്ലിസറിക് ആസിഡ്, അതിൻ്റെ പേരാണിത് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ്. ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ NAD ഉണ്ടല്ലോ, NAD. എന്താണ് NAD? ഈ NAD എന്ന് പറഞ്ഞ അല്ലെങ്കിൽ NAD+ എന്ന് പറയുന്ന ഒരു മോളിക്യൂള് എന്തായിട്ട് മാറും? NADH ആയിട്ട് മാറും. എന്തായിട്ട് മാറും? NADH ആയിട്ട് മാറും. അപ്പോൾ NAD+ എന്തായി മാറും? NADH ആയി മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ NADH ഓർത്ത് വെച്ചോളൂ. കാരണം ഈ NADH എന്നൊക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ATP ഉണ്ടാക്കാൻ പറ്റും NADH വെച്ചിട്ട്. അത് നമ്മൾ പിന്നെ പഠിക്കും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ NADH ആണ്. അപ്പോൾ NADH ഉണ്ടാവുന്ന സ്റ്റേജാണെന്ത്? സ്റ്റെപ്പാണെന്ത്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുന്നത്? 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയി മാറുന്നത്. ഓർത്ത് വെച്ചോളാം, 1,3 ബിസ്. അവിടെ എന്തുണ്ടാവും? NAD എന്തായി മാറും? NAD എന്തായിട്ട് മാറും? ഇരിക്കുക, NAD എന്തായിട്ട് മാറും? NADH ആയിട്ട് മാറും. അല്ലെങ്കിൽ NAD+ എന്തായിട്ട് മാറും? NADH ആയിട്ട് മാറും. ഓർത്തുള്ള എൻസൈമിൻ്റെ പേരെന്തായിരിക്കും? ഇവിടുത്തെ സബ്സ്ട്രേറ്റ് ഏതാണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റാണ്. അതിൻ്റെ കൂടെ ഡീഹൈഡ്രോജനേസ് എന്നുള്ള ഒരു പേരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. എന്താണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇവിടെ നിങ്ങൾക്ക് പേര് കാണാൻ പറ്റും എന്നാണ് ഗ്ലിസറാൾഡ്. ഈ ഡീഹൈഡ്രോജനേഷൻ നടക്കുന്ന റിയാക്ഷനിലൊക്കെ എന്ത് നടക്കാറുണ്ട്? ഈ NADH പറഞ്ഞ ആൾക്കാരുണ്ടാവും. NADനെ NADH ആക്കിയിട്ടോ അല്ലെങ്കിൽ NADH പിടിച്ചിട്ട് NAD ആക്കി മാറ്റോ. നമുക്കറിയാം ഈ സ്റ്റെപ്പ് റിവേഴ്സ് സ്റ്റെപ്പ് അല്ലേ? നോക്കുക, ഇതെന്താണ്? നിങ്ങൾ നോക്കുക, ഈ സ്റ്റെപ്പ് എന്താണ്? റിവേഴ്സ് സ്റ്റെപ്പാണ് അല്ലേ? ഇത് റിവേഴ്സ് സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ യൂണിഡയറക്ഷണൽ റിയാക്ഷനാണത്. ഓക്കെ, യൂണിഡയറക്ഷണൽ റിയാക്ഷനാണത്. സോറി, ബൈഡയറക്ഷണൽ റിയാക്ഷനാണത് നമ്മൾ ഈ കാണുന്നത്. 1 മിനിറ്റ്. ഈ സ്റ്റെപ്പ് ബൈ ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ തിരിച്ച് നടക്കുന്ന റിയാക്ഷൻ നിങ്ങൾ നോക്കിയേ. 1,3 ബിസ്ഫോ ഗ്ലിസറേറ്റിനെ എന്താക്കി മാറ്റുന്നുണ്ട്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. അപ്പോൾ എന്താ സംഭവിക്കുക? NADH എന്തായി മാറും? NAD ആയിട്ട് മാറും. അപ്പോൾ അവിടുന്ന് ഹൈഡ്രജൻ നഷ്ടപ്പെടല്ലേ? ഇവിടെ ഹൈഡ്രജൻ നഷ്ടപ്പെടല്ലേ ഇവിടെ അല്ലേ? ഓക്കെ, അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുകയാണ് ഇവിടെ? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുകയാണ്. എന്താണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ്ഫോ ഗ്ലിസറേറ്റ് മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഒരു ഹൈഡ്രജൻ റിമൂവ് ആവുന്നുണ്ട്. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൻ്റെ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ആ ഹൈഡ്രജൻ ആര് മേടിക്കും? NAD മേടിക്കും. അങ്ങനെയാണ് NAD എന്തായിട്ട് മാറുന്നത്? NADH ആയിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ അവിടെ റിമൂവ് ചെയ്തില്ലേ? ഹൈഡ്രജന് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ഒരു ഡീഹൈഡ്രോജനേഷൻ അല്ലേ? അതുകൊണ്ട് എൻസൈമിൻ്റെ പേരെന്താണ്? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ക്ലിയർ അല്ലേ? അതാണ് ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് കേട്ടോ. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? NADH ഉണ്ടാവേണ്ടത് ഒന്ന് ഓർത്ത് വയ്ക്കുക. NADH ഉണ്ടാവുന്നത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കൈനേസ് ഉപയോഗിച്ച സ്റ്റെപ്പുകൾ മാത്രം യൂണി ഡയറക്ഷനാണ്. ശ്രദ്ധിച്ചോ നിങ്ങളത്? ഇവിടെ നോക്കുക, ഈ സ്റ്റെപ്പ് ഇവിടെ കൈനേസ് ഉണ്ട്, യൂണി ഡയറക്ഷനാണ്. ഈ സ്റ്റെപ്പ് ഇത് കൈനേസ് എൻസൈമാണ്. അവിടെ എന്താണ്? അവിടെ യൂണി ഡയറക്ഷനാണ്. ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ എന്താണ്? ബൈ ഡയറക്ഷൻ. ഇനി ഇവിടെ ഒരു കൈനേസുള്ളൊരു സ്ഥലം വരുന്നുണ്ട്, അവിടെ എന്താണ്? യൂണി ഡയറക്ഷൻ എന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. അത് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, എനിവേ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം, നമ്മൾ ഈ സ്റ്റേജിലോട്ട് തന്നെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയി മാറി. ഓക്കെ, ഇനി 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്തായിട്ട് മാറും? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് മാറും. അത് 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ്. അപ്പോൾ എന്തായി? അതിന്ന് ഒരു ഫോസ്ഫേറ്റ് പോയി അല്ലേ? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ചെയ്യുന്നു, അതിന്നൊരു ഫോസ്ഫേറ്റ് പോകുമ്പോൾ എന്തായി? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയി. അപ്പോൾ ഏത് പൊസിഷനിലുള്ള ഫോസ്ഫേറ്റാണ് പോയി? ഫസ്റ്റ് പൊസിഷനിലുള്ള ഫോസ്ഫേറ്റ് പോയി. അപ്പോൾ എന്തായി മാറി? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് മാറി. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് അവിടുന്ന് പോയല്ലോ, ഒരു ഫോസ്ഫേറ്റ് അവിടുന്ന് പോയി. ആ ഫോസ്ഫേറ്റിനെ ആര് മേടിക്കും? ADP മേടിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് എന്തായി മാറും? അത് ATP ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ADP എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ഓക്കെ, ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയി മാറിയപ്പോൾ അവിടെ ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്തില്ല നമ്മൾ.
ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ ഒരു ഫോസ്ഫേറ്റേ ഉള്ളൂ. 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറൈഡിൽ എത്ര ഫോസ്ഫേറ്റ് ഉണ്ട്? 2 ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫോസ്ഫേറ്റിനോട് ആഡ് ചെയ്തില്ലേ? അപ്പോൾ നമുക്ക് തോന്നും ആ ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് വന്നത്? അത് എ ടി പി എന്നാണോ വന്നത്? അല്ല, എ ടി പി എന്നാണ് വന്നെങ്കിൽ ഇവിടെ നമ്മൾ എ ടി പി ഉപയോഗിച്ച് നമ്മളിവിടെ എഴുതും. അത് എ ടി പിന്ന് വന്നതല്ല. ആ ഫോസ്ഫേറ്റ് എ ടി പിന്ന് വന്നതല്ല, അത് ഫ്രീ ആയി കിടക്കുന്ന ഫോസ്ഫേറ്റാണ്. അതിന് നമ്മൾ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്ന് പറയും. അവിടെ ആഡ് ചെയ്തിട്ടുള്ള ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, അതുകൊണ്ട് അവിടെ എ ടി പിന്നെ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന അഡീഷണൽ ഫോസ്ഫേറ്റ് എന്തല്ല? അത് എ ടി പിന്ന് വന്നതല്ല. ഓക്കെ, അപ്പോൾ 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്തായി മാറി? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റായി മാറി. അതിലേക്കൊരു ഫോസ്ഫേറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തു അല്ലേ? ഇവിടെ നിന്ന് ഒരു ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്തു. ആ റിമൂവ് ചെയ്ത ഫോസ്ഫേറ്റ് ആര് മേടിക്കും? എ ഡി പി മേടിക്കും. എന്നിട്ട് എന്തായി മാറും? എ ടി പി ആയിട്ട് മാറും. അവിടെ എത്ര എ ടി പി അവിടെ ഉണ്ടാവും? അല്ലേ വേണ്ട, ഇവിടെ എത്ര എൻ എ ഡി എച്ച് ഉണ്ടാവും? ഞാൻ പറയുന്നത് 2 എൻ എ ഡി എച്ച് ഉണ്ടാവുന്നു. കാരണം എന്താ? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 2 ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റെപ്പ് 2 നടക്കൂലേ? ഒരു ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ 1,3 ബിസ്ഫോസ് ഗ്ലിസറേറ്റ് ആക്കി മാറ്റുമ്പോൾ ഒരു എൻ എ ഡി എച്ച്, അടുത്ത ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആകുമ്പോൾ അടുത്ത എൻ എ ഡി എച്ച്. അപ്പോൾ ഇവിടെ ഉള്ളൊക്കെ എന്താണ്? ഇനി അങ്ങോട്ടുള്ളൊക്കെ എന്താണ്? 2 ആയിട്ടാണ് വരുന്നത്. കാരണം എന്താ? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര എൻ എ ഡി എച്ച് ഉണ്ടാവുന്നുണ്ട്? 2 എൻ എ ഡി എച്ച് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എത്ര എ ടി പി ഉണ്ടാവുന്നുണ്ട്? 2 എ ടി പി ഉണ്ടാവുന്നുണ്ട്. കാരണം എന്തുണ്ട്? 2 1,3 ബിസ്ഫോസ് ഗ്ലിസറേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് 2 എ ടി പി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ എന്താക്കി മാറ്റി? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റി. എൻസൈമിൻ്റെ പേര് എന്തായിരിക്കും? അതൊരു കൈനേസ് എൻസൈമാണ്. ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. എൻസൈമിൻ്റെ പേര് എന്താ? ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. നോക്കുക, 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആണല്ലോ, അവിടെ ഫോസ്ഫോ ഗ്ലിസറേറ്റ് അല്ലേ? ഫോസ്ഫോ ഗ്ലിസറേറ്റ്, അവിടെ കൈനേസ്. ഇവിടെ എ ടി പി ഇൻവോൾവ് ആയിട്ടാണ് കൈനേസ് വന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇവിടെ കൈനേസ് ഉണ്ടെങ്കിലും ഇതെന്താണ്? ബൈ ഡയറക്ഷൻ ആണെന്ന് ആലോചിക്കണേ. ഇതെന്താണ്? ബൈ ഡയറക്ഷനാണ്. ഇവിടെ കൈനേസ് ഉണ്ടെങ്കിലും ഇവിടെ എന്താണ്? ഇത് ബൈ ഡയറക്ഷൻ. ബാക്കി കൈനേസ് വരുന്ന റിയാക്ഷൻസ് ഒക്കെ എന്താണ്? യൂണി ഡയറക്ഷനാണ്. ഈ ഒരു സ്റ്റെപ്പിൽ മാത്രം കൈനേസ് വരുമ്പോൾ എന്തുണ്ട്? ബൈ ഡയറക്ഷനാണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ നമുക്ക് എന്തിട്ടി? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയി. അവിടെ ഒരു എ ടി പി പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എ ടി പി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സ്റ്റേജാണ് എന്ത്? ഈ സ്റ്റേജ്. ആ എൻസൈമിൻ്റെ പേരാണിത് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. ഇനി എന്താ സംഭവിക്കുന്നത്? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്തായിട്ട് മാറും? 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. മനസ്സിലാവുണ്ടോ? എന്തായി മാറും? 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത്? ഫോസ്ഫേറ്റ് ഇതുവരെ 3rd പൊസിഷനിലായിരുന്നു. 3rd പൊസിഷനിലായിരുന്നു ഫോസ്ഫേറ്റ് ഉണ്ടേത്. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എങ്ങോട്ട് കൊണ്ടുവരും? 2nd പൊസിഷനിലോട്ട് കൊണ്ടുവരും. 2nd പൊസിഷനിലോട്ട് കൊണ്ടുവരും. ഇതെന്താ 2 വരച്ച്? 2 മോളിക്യൂൾ ഉണ്ടല്ലോ. ഓക്കെ, 2 നമ്മൾ പറഞ്ഞു അല്ലേ? 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2nd പൊസിഷനിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതൊരു ഐസോമറൈസേഷൻ റിയാക്ഷൻ അല്ലേ? 3rd കിടക്കുന്ന ആളെ 2ndക്ക് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഫോസ്ഫോ ഗ്ലിസറേറ്റിൻ്റെ 3rd പൊസിഷനിലുള്ള ഫോസ്ഫേറ്റിനെ എങ്ങോട്ട് കൊടുന്നു? 2nd പൊസിഷനിലോട്ട് കൊടുന്നു. ഓക്കെ, ഇങ്ങനെ പൊസിഷണൽ ഐസോമറൈസേഷൻ നടത്തുന്നത് അല്ലേ? പൊസിഷനെ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ നടത്തുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് എന്താണ്? മ്യൂട്ടേസ് എൻസൈം. എന്താണ്? മ്യൂട്ടേസ്. അതൊരു ഐസോമറൈസേഷനാണ്, പക്ഷേ ഇവിടെ പൊസിഷൻ മാത്രം മാറ്റണുള്ളൂ. നേരത്തെ എന്ത് ചെയ്യുന്നു? നേരത്തെ ഗ്ലൂക്കോസിനെ പിടിച്ച് ഫ്രക്ടോസ് ആക്കി മാറ്റി അല്ലേ? ഗ്ലൂക്കോസ് സിസ്ഫോസ്ഫേറ്റ് നമ്മൾ ഫ്രക്ടോസ് സിസ്ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. കണ്ടോ ഇവിടെ ഈ റിയാക്ഷൻ അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ഗ്ലൂക്കോസിനെ പിടിച്ച് ഫ്രക്ടോസ് ആക്കി മാറ്റി അല്ലേ? അവിടെ എന്താ നടന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറൈസേഷൻ. ഗ്ലൂക്കോസ് ഒരു ആൽഡിഹൈഡും ഫ്രക്ടോസ് ഒരു കീറ്റോസും ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറൈസ്. അവിടെ വന്ന എൻസൈമിൻ്റെ പേര് എന്താണ്? ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറൈസ് എന്നാണ് വന്നത് അല്ലേ? ഇവിടെയും വേറെ സ്ഥലത്ത് നമ്മൾ ഐസോമറൈസ് പഠിച്ചു. വേറെ ഐസോമറൈസ് എവിടെയെന്ന്? എന്താ ഇവിടെ എന്താ? ഡൈഹൈഡ്രജൻ അസിറ്റോ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. അവിടെ എന്താണ്? ട്രയോസ്ഫോസ്ഫേറ്റ് ഐസോമറൈസേഷൻ. കാരണം എന്താ? ഡൈഹൈഡ്രജൻ അസിറ്റോ ഫോസ്ഫേറ്റ് ഒരു കീറ്റോസും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്താണ്? ഒരു അൾഡോസും ആണ്. അവിടെ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറൈസേഷൻ ആണ്. അതുകൊണ്ടാണ് ഐസോമറൈസിൻ്റെ പേര് വന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറൈസേഷൻ ഒന്നുമല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫേറ്റിനെ മാത്രം പിടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. 3rd ഫോസ്ഫേറ്റിൽ കിടക്കുന്ന ആളെ 2nd പൊസിഷനിലേക്ക് കൊണ്ടുവന്നു അല്ലേ? ഫോസ്ഫേറ്റ് 3rd പൊസിഷനിലായിരുന്നു, ഇപ്പോൾ 2nd കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വിളിക്കുന്ന പേര് എന്താ? മ്യൂട്ടേസ് എന്നാണ് വിളിക്കുക മ്യൂട്ടേസ്. അപ്പോൾ ഇവിടുത്തെ മ്യൂട്ടേസ് ഏതാണ്? ഏത് മ്യൂട്ടേസ് അവിടെ ഉള്ളത്? ഇവിടുത്തെ മ്യൂട്ടേസ് ഏതാണ്? ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ്. സിമ്പിൾ അല്ലേ? ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ്. ഒക്കെ നമുക്ക് സബ്സ്ട്രേറ്റിൽ തന്നെ എൻസൈമിൻ്റെ പേര് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് കിട്ടി. ഇനി അടുത്ത് നമ്മളെ ജോലി എന്താണ്? ഈ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്താക്കി മാറ്റും? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റും. എന്താക്കി മാറ്റും? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റും. അപ്പോൾ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്താക്കി മാറ്റും? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റും. എൻസൈമിൻ്റെ പേര് എന്താണ്? എനോലേസ്. എന്താണ്? എനോലേസ്. ഇതേമാതിരി ഒരു എൻസൈം നമ്മൾ മുന്നേ പഠിച്ചല്ലോ. എന്തെയ്ത്? അൾഡോലേസ്. അതെവിടെയായിരുന്നു? അത് നമ്മൾ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് അൾട്ടോലേസ് വന്നിരുന്നു അല്ലേ? അൾട്ടോലേസ് ഇവിടെ അൾട്ടോലേസ് വന്നിരുന്നു. ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും
ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആക്കി മാറ്റിയപ്പോൾ ആൾട്ടോളൈസ് വന്നു. ഇതെന്താണ്? എനോളൈസ് ആണ്. പേരെന്താ? എനോളൈസ്. അയാളുടെ ജോലി എന്താണ്? ടു ഫോസ്ഫോ ഗ്ലിസറേറ്റിനെ എന്താക്കി മാറ്റുക? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റുക. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. പേര് എന്താണ്? എനോളൈസ്. അടുത്ത സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. എന്താ സംഭവിക്കുന്നത്? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് എന്താക്കി മാറ്റുന്നു? വെറും പൈറുവേറ്റ് ആക്കി മാറ്റുന്നു. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്നു. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയി മാറുന്നു. അപ്പോൾ അവിടെ ഒരു ഫോസ്ഫേറ്റ് പോയല്ലോ. ആ ഫോസ്ഫേറ്റിനെ ആര് വാങ്ങും? ഒരു ADP മേടിക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു ATP ഉണ്ടായി. നമുക്കറിയാം ഇതൊക്കെ 2 മോളിക്യൂളായിട്ടുള്ളത്. അപ്പോൾ മൊത്തം എത്ര ATP ഉണ്ടാവും? ഇവിടെ 2 ATP ഉണ്ടാവും. അപ്പോൾ ഇവിടെ ATP ഉണ്ടായി 2 ഇവിടെ ഉണ്ടായി ATP 2. അപ്പോൾ മൊത്തം 4 ATP ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഉണ്ടായിട്ടുള്ള ആളുടെ പേരെന്താണ്? പൈറുവേറ്റ്. എൻസൈമിൻ്റെ പേരെന്താണ്? പൈറുവേറ്റ് കൈനേസ്. ഇവിടെ ATP ഇൻവോൾവ്ഡ് ആണല്ലോ, അതുകൊണ്ട് എൻസൈമിൽ എന്തുണ്ട്? കൈനേസ് ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരെന്താണ്? പൈറുവേറ്റ് കൈനേസ്. ആ ഒരു റിയാക്ഷൻ എന്താണ്? യൂണി ഡയറക്ഷനിലാണ്. കാരണം കൈനേസ് വരുന്ന റിയാക്ഷൻ പറഞ്ഞു യൂണി ഡയറക്ഷൻ. ഒന്ന് മാത്രം ആവാത്തുള്ള ഏതാണ്? അത് ഇവിടെ ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് വന്നപ്പോൾ ഏതാണ്? 1,3 ബിസ്ഫോ ഗ്ലിസറേറ്റിനെ പിടിച്ച് 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറ്റിപ്പോൾ. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ? ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻ അതൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പേ ഓഫ് ഫേസിൽ ഇതാണ് ഇതിൻ്റെ അടിക്കലാണ് പേ ഓഫ് ഫേസ്. ഓക്കെ, പേ ഓഫ് ഫേസിൽ നമ്മൾ എന്താ കണ്ടത്? ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻസാണ്. ആ ഫോസ്ഫേറ്റിനെ ആര് മേടിക്കും? ADP മേടിക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ ഡീഫോസ്ഫോറിലേഷൻ സ്റ്റെപ്പുകളാണ്. ഡീഫോസ്ഫോറിലേഷൻ വെച്ചാൽ ഫോസ്ഫേറ്റിനെ ഒഴിവാക്കുക. അതിന് മേടിക്കാൻ ആര് വരും? ADP വരും. അപ്പോൾ ADP എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ഇത്രയാണ് എന്തുള്ളത്? പേ ഓഫ് ഫേസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം എത്ര ATP ഉണ്ടായി? 4 ATP ഉണ്ടായി. എങ്ങനെ ഉണ്ടായത്? ഇവിടെ 2 ഉണ്ടായി, ഇവിടെ 2 ഉണ്ടായി. എത്ര NADH ഉണ്ടായി? 2 NADH ഉണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? മൊത്തം ഗ്ലൈക്കോളിസ് നടത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഗ്ലൂക്കോസ് എന്തായിട്ട് മാറി? പൈറുവേറ്റ് ആയിട്ട് മാറി. പിന്നെ നമുക്ക് എത്ര ATP നമ്മൾ ഉപയോഗിച്ചു? ഇവിടെ ഒരു ATP, ഇവിടെ ഒരു ATP. അപ്പോൾ 2 ATP നമ്മൾ ഉപയോഗിച്ചു. എത്ര ATP നമുക്ക് കിട്ടി? ഇവിടെ 2, ഇവിടെ 2 ഉള്ള കാരണം നമ്മൾ പറഞ്ഞു കേട്ടോ. കാരണം ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 2 ഉള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതൊക്കെ എന്താവും? 2 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ മൊത്തം എത്ര ATP നമുക്ക് കിട്ടി? 4 ATP നമുക്ക് കിട്ടി. പിന്നെ എത്ര NADH നമുക്കുണ്ടായി? 2 NADH നമുക്ക് കിട്ടി. 2 NADH. കാരണം 2 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിലുണ്ട്, നമുക്ക് 2 NADH കിട്ടി. അപ്പോൾ 2 ATP നമ്മൾ ഉപയോഗിച്ചു, 4 ATP നമുക്ക് കിട്ടി. അപ്പം മൊത്തം നമുക്ക് എത്ര കിട്ടി നമുക്ക് പറയാം? 4 കിട്ടി, അല്ല 2 നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ മൊത്തം നമ്മുടെ കയ്യിൽ എത്ര ബാക്കിയുണ്ട്? 2 ബാക്കിയുള്ളൂ. കാരണം 2 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കിവിടെ 2 കടം ഇവിടെ കിടക്കുന്നത്, ഇവിടെ 4 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തം നെറ്റ് പറയുമ്പോൾ എത്ര? നെറ്റ് ATP എത്രയാണ്? അത് 2 ഇവിടെ 4 2 ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഈ 4 നമ്മൾ 2 കുടിച്ച് നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്? 2 ATP. അപ്പം നെറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ATPയും കിട്ടി. പിന്നെ നമുക്ക് എന്താ കിട്ടിയത്? 2 NADHും കിട്ടി. പിന്നെ എന്ത് കിട്ടി? പൈറുവേറ്റും കിട്ടി. ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? ഗ്ലൈക്കോളിസിസിൽ പഠിക്കേണ്ടത്. ഓരോ എൻസൈംസും നമ്മൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓരോ എൻസൈംസ് ആ സബ്സ്ട്രേറ്റിൻ്റെ പേര് തന്നെ നമുക്ക് എന്ത് കിട്ടും? എൻസൈമിൻ്റെ പേര് കിട്ടും. അവസാനത്ത് മാത്രം ആലോചിക്കുക. ഫോസ്ഫൈനോൾ പൈറുവേറ്റ് ആണ് അവിടുത്തെ എൻസൈം. പൈറുവേറ്റ് കൈനേസ് ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ പേര് വെച്ചിട്ടാണ് അവർക്ക് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പൈറുവേറ്റ് കൈനേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ പഠിക്കാനുള്ള ഇത്ര സ്റ്റെപ്പ്. ഒരു അറൗണ്ട് 10 സ്റ്റെപ്പാണ്, 10 എൻസൈമുകളുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ എനർജി ഇക്വേഷൻ ആലോചിച്ച് വയ്ക്കുക. 2 ATP ഉപയോഗിച്ചു, 4 ATP കിട്ടി, 2 NADH കിട്ടി. ഗ്ലൂക്കോസിനെ പിടിച്ചിട്ട് പൈറുവേറ്റ് ആക്കി മാറ്റി. ബാക്കി എൻസൈംസൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്കിവിടെ ഈ ഒരു പോർഷൻ.